ഈ പുള്ളിക്കാരി ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രെയിം ചെയ്തെടുക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമം എന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അത് റിക്വസ്റ്റ് ചെയ്യാണ് എന്റെ പേരിൽ ഒരിക്കലും എന്റെ പേര് ഞാൻ തരത്തില്ല. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഫിറോസിന്റെ സകല നാറിത്തരങ്ങളും എക്സ്പോസ് ചെയ്തുകൊണ്ട് നമ്മുടെ സജിന രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഏകദേശം 45 മിനിറ്റുള്ള 3 പാർട്ടുകളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ സജിന ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പല കാര്യങ്ങളാണ് സജിന വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. കേട്ടിട്ട് തന്നെ തൊലി ഉലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഫിറോസിന്റെ നാറിത്തരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, സജിനയുടെ ജീവിതത്തിൽ റസൂൽ പൂക്കൂട്ടിയുമായിട്ടുള്ള ഒരു അവിഹിതം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഫിറോസ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഒരു അവിഹിത പരമ്പര തന്നെയാണ് ഫിറോസ് ഖാന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ഇയാൾ അവിഹിതം വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടി പോലും പെടുമെന്നുള്ളതാണ് വേറൊരു കാര്യം. ഇന്നലെ ഒരു ഉച്ച ടൈം ആയപ്പോഴത്തേക്കുമാണ് സജിന ആ ഒരു വീഡിയോ ചെയ്തിരുന്നത്. അത് മാത്രമല്ല, ഈ ഒരു സജിനയുടെ ആ ഒരു വീഡിയോ വന്ന ഒരു 1, 2, 3 മണിക്കൂറിനകം ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായി. പക്ഷെ എന്ത് കാര്യം, ആ വീഡിയോ എത്തേണ്ടടുത്ത് എല്ലാം എത്തിക്കഴിഞ്ഞു. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് സജിനയുടെ ഒരു ബുദ്ധിയായിട്ടാണ് തോന്നുന്നത്. കാര്യം സജിനയ്ക്ക് അറിയാം ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് എത്തേണ്ടടുത്തൊക്കെ എത്തുകയും ചെയ്യും, എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യും. കാര്യം ഇത് റിമൂവ് ചെയ്യൂ എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഇട്ട് അതും അത്രയും നാറിത്തരങ്ങളൊക്കെയാണ് പറഞ്ഞ് സജിനയുടെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞത് മുതലുള്ള ഈ ഒരു നിമിഷം വരെയുള്ള വീഡിയോ ആണ് അവള് ആ കാര്യത്തിൽ ഫുള്ള് പറയുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഫിറോസ് ഖാന്റെ കയ്യില് ഇതിനുള്ള മരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് സജിനയെ കൊടുക്കാനുള്ള പല പരിപാടിയും കാണും. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് അറിയാം ഇത് ഇട്ട് കഴിഞ്ഞാൽ 1-2 മണിക്കൂർ കഴിഞ്ഞ് റിമൂവ് ചെയ്താലും ഇത് കിട്ടേണ്ടടുത്ത് കിട്ടുമെന്ന് സജിനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം സജിനെ എടുത്തതിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇടാൻ പറ്റിയ ഒരു കണ്ടന്റുമായിട്ടാണ് ഞാൻ വന്നതെന്നാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. അത് കറക്റ്റ് ആണ്. കാര്യം ആദ്യം ഒരു ചെറിയ വീഡിയോ ചെയ്തപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര വൈറലായിട്ട് റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ഫസ്റ്റ് വീഡിയോ, ആ വീഡിയോ സജിന വന്നിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ തമ്മിൽ അതുകൊണ്ടല്ല പിരിഞ്ഞത്, ഫിറോസ് ഖായും ഞാനും അത് പിന്നെ പിരിയാൻ കാരണം ഇന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ഇത്രയും വൈറലാവുമെന്ന് സജിന ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് അതറിയാവുന്നത് കൊണ്ടാണ് സജിന വീണ്ടും ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് അറിയാം ഇത് കിട്ടേണ്ടടുത്ത് കിട്ടും, റിയാക്ഷൻ ബ്ലോഗേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്യും എന്നും അറിയാം. അതുകൊണ്ട് പുള്ളിക്കാരി നൈസായിട്ടൊരു 3-4 മണിക്കൂർ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ ഒരു ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അങ്ങ് റിമൂവ് ചെയ്തു. അതാണ് ഉണ്ടായത്. അപ്പൊ എന്തൊക്കെയാണ് സജിന ആ വീഡിയോയിൽ പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഈ സജിന ആരാണ്, ഫിറോസ് ഖാൻ ആരാണ്, ഇവർ തമ്മിൽ എന്തിനാണ് പിരിഞ്ഞത്, ഇവർ തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ചെറുതായിട്ട് ചുരുക്കി പറയാം. ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഈ പറയുന്ന ഈ ഒരു കഥയുടെ ഒരു സംഭവം എന്ന് പറയുന്നത് അറിയാതെ വേറൊന്നും കേട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇവരാരാണെന്നുള്ളത് ഞാനിവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 3 മത്സരാർത്ഥികളായിരുന്നു ഈ ഫിറോസും സജിനയും. അപ്പോൾ ഇവര് കപ്പിൾസ് ആയിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയത്. അത് കഴിഞ്ഞ് അവിടെ ബിഗ് ബോസിൽ കുറച്ച് വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നേരെ പുറത്തേക്ക് ഇറങ്ങിയ വ്യക്തികളാണ്. അങ്ങനെ ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം നമ്മുടെ സജിനയും ഫിറോസും കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം പിരിയുകയായിരുന്നു ചെയ്തത്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുറച്ച് ദിവസം മുമ്പ് റസൂൽ പൂക്കൂട്ടിയും സജിനയും തമ്മിലുള്ള ഒരു ഫോട്ടോ സജിന റിവീൽ ചെയ്തത്. ആ സമയത്ത് എന്തോ സജിനയും റസൂൽ പൂക്കൂട്ടിയും തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവര് തമ്മിൽ സജിനയും ഫിറോസും വിവാഹിതരായിരിക്കെ തന്നെ റസൂൽ പൂക്കൂട്ടിയുമായിട്ട് സജിനയ്ക്ക് ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിലുള്ള വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അത് സജിനയുടെ വായിൽ നിന്ന് തന്നെയാണ് പുറത്തു വന്നത്. അപ്പോ ഏതോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവില് അറിയാണ്ടങ്ങാണ്ട് പറഞ്ഞു പോയതാണ് പുള്ളിക്കാരി ഈ റസൂൽ പൂക്കൂട്ടിയുമായിട്ട് 4 വർഷമായിട്ടുള്ള ബന്ധമാണെന്നൊക്കെ, വിവാഹിതരാകാൻ പോകുന്നുവെന്നും അറിയാതെ വായിന്ന് വന്നു. മാത്രമല്ല, ഈ ഫിറോസുമായിട്ട് പിരിഞ്ഞിട്ട് 2.5 വർഷമേ ആയിട്ടുള്ള, അതുകൂടാതെ 4 വർഷമായിട്ടാണ് ഇവര് തമ്മിൽ റിലേഷൻ ഉള്ളതെന്നുമാണ് ഈ പറഞ്ഞത്. അപ്പൊ എല്ലാവരും അവിഹിതം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ട് ഈ ഒരു വിഷയം കിടന്ന് കറങ്ങി സജിനാകെ നാറിയെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് സജിന തന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ സജിന പറയുന്നുണ്ട്. ഏകദേശം 45 മിനിറ്റുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആദ്യമായിട്ട് സജിന പറയുന്നത്, ഞാൻ ഫിറോസിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞാണ് വന്നത്. എനിക്ക് വയ്യ സഹിക്കാൻ, എനിക്ക് ഇനിയെങ്കിലും ഇതെല്ലാം പറയണം, എനിക്ക് പറ്റുന്നില്ല, സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പുള്ളിക്കാരി വന്ന് പറയുന്നത്.
പിന്നെ ആ കേസിന് പോകുന്ന ആ ഒരു ഫോമും കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിന് പിന്നാലെ ഈ ഫിറോസുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് പുള്ളിക്കാരി പറയുന്നുണ്ട്. സജിനയെ പുറത്ത് എവിടെയോ വെച്ച് കണ്ടിട്ടാണ് ഫിറോസ് പുള്ളിക്കാരിനെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഫിറോസ് സജിനയെ പരിചയപ്പെടുന്നു, വിവാഹാലോചനയുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ വിവാഹാലോചനയുമായിട്ട് ചെന്ന സമയത്താണ് ഓൾറെഡി പുള്ളിക്കാരി മാരീഡ് ആണെന്നുള്ളത് അറിയുന്നത്. പുള്ളിക്കാരി നേരത്തെ വിവാഹം കഴിച്ച ഒരു കുട്ടിയുണ്ട്. അവർ തമ്മിൽ ഡിവോഴ്സ് ആണ്, പക്ഷെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് അന്നേരം 2.5 വയസ്സായിരുന്നു പ്രായം. അത് മാത്രമല്ല, ഫിറോസ് ഖാന്റെയും വിവാഹം ആദ്യം കഴിഞ്ഞതാണ്. അതിലും ഒരു പെൺകുട്ടിയുണ്ട്. ഫിറോസും വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് സജിനയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. മൊത്തത്തിൽ നോക്കാൻ നേരത്തെ രണ്ടുപേരും മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചതാണ്. 2 കുട്ടികളും ആ വിവാഹത്തിലുണ്ട്, രണ്ടുപേർക്കും. അപ്പൊ രണ്ടുപേർക്കും ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാകുമെന്ന് വിചാരിച്ച് രണ്ടുപേരും തമ്മിലുള്ള വിവാഹത്തിന് സജിന യെസ് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അങ്ങനെ വിവാഹം നടന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സജിന വിവാഹിതരായ ഒരു കുഞ്ഞുള്ള കാര്യം. ആ കുട്ടി താമസിക്കുന്നത് സജിനയുടെ സിസ്റ്ററുടെ കൂടെയാണ്, താത്താടെ കൂടെയാണ് ആ കുട്ടി താമസിക്കുന്നത്. അപ്പോൾ സജിനയും ഫിറോസും വേറെ വീട്ടിലായിരുന്നു താമസിക്കുന്നത്. അപ്പൊ ഈ സജിനയ്ക്ക് കുട്ടിയെ കാണാനുള്ള അനുവാദം ഫിറോസ് കൊടുക്കുന്നില്ലായിരുന്നു. കുഞ്ഞിനെ കാണാൻ പോകണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു സംസാരം. അതിനെ ചൊല്ലിയായിരുന്നു ആദ്യം വഴക്ക് തുടങ്ങി. എപ്പോഴൊക്കെ സജിന ഈ കുട്ടിയെ കാണാൻ വേണ്ടി പോകാൻ ഒരുങ്ങുമ്പോഴൊക്കെ ഫിറോസ് എന്തെങ്കിലും കാരണം പറഞ്ഞ് അത് മുടക്കുമായിരുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു അമ്മയ്ക്ക് സ്വന്തം മകളെ കാണാനുള്ള അവകാശമാണ് ഇവിടെ ഭർത്താവായ ഫിറോസ് നിഷേധിക്കുന്നത്. ഉറപ്പായിട്ടും അവിടെ പൊട്ടിത്തെറി ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫിറോസിൽ നിന്നും സജിന പ്രഗ്നന്റ് ആവുന്നത്. സജിനയ്ക്ക് ഒട്ടും താല്പര്യമില്ലാതെയാണ് പ്രഗ്നന്റ് ആയെന്ന് സജിന പറയുന്നുണ്ട്. കാര്യം അതിന് സജിന പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഇച്ചിരി കൂടെ വലുതാവട്ടെ, അല്ലെങ്കിൽ ആ ആദ്യത്തെ കുട്ടിക്ക് 2.5 വയസ്സുള്ളൂ, ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ അടുത്ത കുട്ടി ഉണ്ടാവാന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു സജിനയുടെ മനസ്സിൽ. ഫിറോസിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ പ്രഗ്നന്റ് ആയതെന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ സജിന പ്രഗ്നന്റ് ആയ ഒരു ആൺകുഞ്ഞിന് ജന്മവും നൽകി. സജിന പ്രസവിച്ച് സജിനയുടെ വീട്ടിലായിരുന്നു. ആ സമയത്ത് 3 മാസം ആകുമ്പോഴത്തേക്കും സജിന ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വരണമല്ലോ. അപ്പൊ 3 മാസം ആകുന്നതിന് മുന്നേ തന്നെ ഫിറോസ് ഖാൻ സജിനയെ വിളിക്കുമായിരുന്നു, വീട്ടിലേക്ക് വാ, വീട്ടിലേക്ക് പോകാൻ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അത് അന്നും ഭയങ്കര പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ മുട്ടം വഴക്കായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പേരും പറഞ്ഞു, വീട്ടിലേക്ക് വാങ്ങുന്നു. ആ 3 മാസം സജിന ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നാ പറയുന്നത്. കാര്യം 2 മക്കളും അടുത്തുണ്ട്, 2 പിള്ളേരും അടുത്തോടെ 2 പേരെയും കാണാം എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു ആ ഒരു ടൈമില്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ചാൻസ് ആയിട്ട് കണ്ടിട്ട് സജിന പറഞ്ഞു, എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല, പിന്നെ 3 മാസം കഴിയട്ടെ എന്നിട്ട് വരാന്ന് പറഞ്ഞു. പിന്നെ അതിനെ ചൊല്ലി 2 പേരും മുട്ടം വഴക്കായി. അങ്ങനെ സജിന ഒരുപാട് വാശി പിടിച്ചു, എനിക്ക് വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് 3 മാസം വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞുള്ള വാശി ഫിറോസ് സമ്മതിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഒരു ദിവസം രാത്രി സജിനയ്ക്ക് എന്തോ വെപ്രാളം പോലെ വന്നിട്ട് ഫിറോസിനെ ഒന്ന് കോൾ ചെയ്യാന്നുള്ള രീതിയിൽ, അതും രാത്രി 2 മണിയായി. അപ്പൊ എന്തോ ഒരു മനസ്സിന് അവൾ പറയുന്നുണ്ട്, ഭയങ്കര എന്തോ ഒരു വല്ലാത്തൊരു ഫീല് വന്ന് വിളിക്കാൻ നേരത്താണ് ഫോൺ ചെയ്ത് നോക്കിയപ്പം അപ്പുറത്ത് ഫിറോസ് ഖാൻ ആരോടോ നല്ല മുഴുകി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കോൾ വെയിറ്റിംഗിൽ. അങ്ങനെ അതിനുശേഷം ഇനി ബാക്കി എന്താണ് സംഭവിച്ചെന്നുള്ളത് സജിന തന്നെ പറയും, നമുക്ക് അതൊന്ന് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് അറിയത്തില്ല. എനിക്ക് സംശയം എന്ന് പറയുന്ന കാര്യം ഫിറോസിന് ഇല്ലായിരുന്നു. ഒരു തരി പോലും ഫിറോസ് എങ്ങനെയാണെന്നോ ഫിറോസ് എന്താണ് ഒരു തരി പോലും എനിക്ക് ഒരു സംശയമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫിറോസിന്റെ ഫോണിൽ എനിക്ക് രാത്രിയായിട്ട് ഒരു വെപ്രാളം പോലെ, ഒരു ശ്വാസം മുട്ടൽ പോലെ, എനിക്കറിയത്തില്ല അതെന്താണെന്ന് ആ സിറ്റുവേഷൻസ് അനുഭവിച്ചൊക്കെ അറിയാം. ഒരു വെപ്രാളം പോലെ വന്നിട്ട് ഞാൻ 2 മണി സമയത്ത് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് ചുമ്മാ പുള്ളിയെ വിളിക്കാം കോൾ വെയിറ്റിംഗ്. അപ്പഴേ കട്ട് ചെയ്തിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. പക്ഷെ ആരെ ഈ സമയത്ത്? അപ്പൊ ഞാൻ ചോദിക്കാം, സ്വാഭാവികമായി ഞാൻ ചോദിക്കാം, ആരെ ഈ സമയത്ത്? അത് പുള്ളിയുടെ ഏതൊരു ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരനാന്ന് പറഞ്ഞു. ഓക്കെ, എന്റെ മനസ്സിൽ ഒരു തരി പോലും പുള്ളിയെ സംശയമില്ല എനിക്ക്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിലും ഉള്ളിലൊരു പിടപ്പുണ്ട്. ആരായിരിക്കും, എന്തിനാ വിളിച്ചത്? ഒരു സംശയത്തിന് എവിടെയെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ സാധനം പറയാം. എനിക്ക് ആ സമയത്ത് അങ്ങനെ പോലും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി. അത് ആ വിളിക്കുന്നത് എന്റെ പഴയ ഞാൻ ടാബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ടാബിനകത്ത് ഈ സിം ഇട്ടേക്കുന്നത്. അപ്പൊ ആ ടാബ് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വർക്കിന്റെ എല്ലാ സാധനങ്ങളും അതിനകത്തായിരുന്നു. ഞാൻ ഫോക്സ് ചാനൽ സിആർഎമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള എല്ലാ ഫയലും ഞാൻ എനിക്ക് ഫോണിന്റെ കാട്ടിലും ടാബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയാം. ആ ടാബാണ് എന്റെ ലൈഫിൽ എന്റെ വർക്കിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ടാബിലാണ് ഫിറോസ് ഈ കോൾ ചെയ്യുന്നത്. ഓക്കെ, രാവിലെ ആയപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി. ഞാൻ ചോദിച്ചു, ആരെയാണ് വിളിച്ചത്? അത് ഞാൻ തലേന്ന് പറഞ്ഞ ദുബായിൽ നിന്നാണ്, അടുത്ത ദിവസം പറയുന്നത് ഖത്തറിൽ നിന്നാണ്, അല്ല ലണ്ടനിൽ നിന്നാണോ, അങ്ങനെ എന്തോ ഒരു സംഭവം. അത് മിസ്മാച്ച് ആയിട്ട് പറഞ്ഞു. അവിടെ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ അവിടെ വീട്ടിൽ പോയി ടാബ് മേടിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് എന്തോ സംശയം തോന്നുന്നു. അപ്പൊ എനിക്ക് നിനക്ക് സംശയം തോന്നി, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഈ ടാബ് കൊണ്ട് റൂമിലോട്ട് കയറിയിട്ട് ഈ സ്കൂളിൽ
റെക്കോർഡിംഗ് ഓൾറെഡി ഉള്ളതാണ് ഈ ഫോണിൽ. ഇതിനകത്ത് ഫുള്ള് റിക്കവർ ചെയ്ത് ഞാൻ എടുത്തു. ഈ ടാബിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാനില്ല. റിക്കവർ ചെയ്തെടുത്ത് ഞാൻ ആ സമയത്ത് മറ്റെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് റബ്ബേ ഒരിക്കലും എന്റെ തെറ്റിദ്ധാരണയായിരിക്കണേ ഞാൻ കാണിക്കുന്ന പുള്ളി ഭയങ്കര പ്രശ്നം വെളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കണം, വാണ്ടാണെന്നുള്ള ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ സംശയം മാത്രമായിരിക്കണേ റബ്ബേ, ഇതൊരിക്കലും തെറ്റ് കാണല്ലേ പുള്ളി, അത് ഒരു തെറ്റും കാണല്ലേ പുള്ളി, എന്നെ ഒരിക്കലും ചതിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രം പുള്ളിയെ ഞാൻ തെറ്റുകാരനല്ലെന്നാക്കാൻ വേണ്ടിയിട്ട് എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം. ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത ഒരു പെണ്ണും സത്യം പറഞ്ഞാൽ ആ വാക്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ലൈഫ് ഇങ്ങനെ, അതിലൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെ, അതിനകത്ത് ഒരു കൈക്കുഞ്ഞ്, 3 മാസമുള്ള ഒരു കുഞ്ഞ്. കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണുമായിട്ടുള്ള സെക്ഷൽ സംസാരങ്ങൾ മാത്രം, വൃത്തികെട്ട ടോപ്പിക് ഇന്നലെ ഞാൻ തന്നതുപോലെ. അപ്പം ഇന്നലെ അവളെ ചെന്നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാൻ ഭയങ്കര മടിയാണ്. അത്രയ്ക്ക് അഭ്യസ്തമായിട്ടുള്ള വൃത്തികെട്ട വേർഡ്സ് ആണ് എനിക്ക് പറയുന്നത്. ഒരു ഭാര്യ കേൾക്കുക, ഇത്രയും വൃത്തികേടായിട്ടുള്ള വാക്കുകൾ കേൾക്കുക. ഇത് ഞാൻ കണ്ട് തകർന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കുറച്ച് സെക്കൻഡ് ഞാൻ ബ്ലാങ്കായി. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വലിച്ചു തുറന്നു, കഥ തുറന്നു കൊടുത്തു. ഞാൻ സ്റ്റക്കായിട്ട് ഇരിക്കുക. അവരുടെ വീട്ടുകാരെല്ലാവരും ഓടിയെത്തി. അവരുടെ വീട്ടിലാണ് സംഭവം. വീട്ടിലെത്തി കുഞ്ഞിനെ അവരുടെ വീട്ടുകാരുടെ കുഞ്ഞുമാരുടെ കയ്യിലൊക്കെയാണ് അവരുടെ ബന്ധുക്കളുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത്തെ ലൈഫിൽ ഇങ്ങനെ ആയിപ്പോയോ എനിക്കറിയില്ല. ഞാൻ എന്റെ കുഞ്ഞ് എല്ലാം ഞാൻ ഭ്രാന്തിയാവുക. അങ്ങനെ ഫിറോസിനെ തൂക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ഒന്നുമല്ല കേട്ടോ, ഇതൊക്കെ വെറും തുടക്കം മാത്രമാണ്. ഇനിയാണ് ഒരുപാട് നീണ്ട കഥകൾ വരാൻ കിടക്കുന്നത്. ഇനി അങ്ങോട്ട് ഒരു അവിഹിത പരമ്പര തന്നെയാണ് വരാനിരിക്കുന്നത്. അങ്ങനെ സജിന എന്തായാലും ഫിറോസിന്റെ അവിഹിതം പൊക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ അവസാനം ആ ഒരു വിഷയം, ആ അന്നത്തെ ഒരു വിഷയം തന്നെ ജീവൻ ഒടുക്കാൻ വരെ നോക്കിയെന്നാണ് സജിന പറയുന്നത്. അപ്പൊ അങ്ങനെ അത് പിന്നെ സ്വാഭാവികമാണല്ലോ. സ്വന്തം ഭർത്താവ് ഒരു അന്യ സ്ത്രീയുമായിട്ട് അവിഹിതം ഉണ്ടാവുന്ന സമയത്ത് അത് പൊക്കാൻ നേരത്തെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സജിന ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും വലിയൊരു ട്രോമ അവൾക്ക് കിട്ടാനില്ലെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയാണ്. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ നടന്ന് കഴിഞ്ഞതിന് ശേഷം ഫിറോസ് എന്ത് ചെയ്തെന്ന് പറയോ, സജിനയുടെ കാലിൽ വീണ് അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരു തവണത്തേക്ക് കൂടി എന്നെ നിക്ഷമിക്കുകയും ഇനി ഞാൻ നന്നായിക്കോളാം, എന്നെ അറിയാണ്ട് സംഭവിച്ചു പോയതാന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞു മെഴുകി. ഇനി ഞാൻ ഒരിക്കലും മറ്റൊരു പെണ്ണുമായിട്ട് അവിഹിതത്തിന് പോകത്തില്ലെന്ന് സജിനയ്ക്ക് ഉറപ്പ് നൽകി. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കാല് പിടിച്ചു. അങ്ങനെ ഒരുപാട് കരഞ്ഞപ്പോ എന്ത് ചെയ്തു, സജിന ഇയാൾക്ക് പുറത്തു കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇവര് നേരെ അവിടെ നിന്ന് താമസം മാറി കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ വന്ന സമയത്തും അവിടെ ഒരു പെണ്ണുമായിട്ട് വീണ്ടും ഫിറോസ് ഖാൻ അവിഹിതം തുടങ്ങി. അതും സജിന പൊക്കി. അങ്ങനെ വീണ്ടും വേറെ ഏതൊരു ലേഡിയുമായിട്ട് വീണ്ടും ഒരു ഡോക്ടർ എന്തോ ആണ്, അവരുമായിട്ട് ആയുർവേദ ഡോക്ടർ എന്നാ പറയുന്നത്, അവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അതും സജിന പൊക്കി. അങ്ങനെ മൂന്നാമതും ഈ പറയുന്ന ഫിറോസിനെ സജിന പൊക്കുകയായിരുന്നു ഉണ്ടായത്. അങ്ങനെ പുള്ളിക്കാരി ഒരു തീരുമാനം എടുത്തു, ഇനി ഇയാളുടെ കൂടെ ജീവിക്കണം. അങ്ങനെ സ്വന്തം ഭർത്താവിന്റെ അവിഹിതം ഒരു തവണ പൊക്കി പുറത്തു കൊടുത്തു. രണ്ടാമത്തെ തവണ പൊക്കി, അതും പുറത്തു കൊടുത്തു. മൂന്നാമത്തെ തവണയായപ്പോ പുള്ളിക്കാരി പറഞ്ഞു ഇനി വേണ്ട എന്നുള്ള രീതിയിൽ ഉറച്ചു നിന്നു. അങ്ങനെ അങ്ങോട്ട് ഡിവോഴ്സ് പുള്ളിക്കാരി ആവശ്യപ്പെടാൻ. അങ്ങനെ ഫിറോസ് ഡിവോഴ്സിന് പിന്നെ സമ്മതമല്ല എന്നും പറഞ്ഞ് ഡിവോഴ്സ് കൊടുക്കാതിരുന്നു. അങ്ങനെ എന്തായാലും സജിനയുടെ വീട്ടിൽ പോയി നിന്നു. പക്ഷെ എന്നിട്ട് ഇയാള് സജിനയെ വിടാതെ പിന്തുടർന്ന് ആക്രമിക്കാൻ തുടങ്ങി. അതിനുശേഷം സീരിയലിൽ അഭിനയിക്കാൻ സജിനയ്ക്ക് ഒരു അവസരം ലഭിച്ചു. അവിടെ വന്ന് വരെ പിന്നെ സജിന പറയുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന്. അതുപോലെ തന്നെ ഒരു സീരിയൽ പ്രണയവർണ്ണങ്ങൾ അങ്ങനെ എന്തോ ഒരു സീരിയലുണ്ട്. അതിനകത്ത് അഭിനയിക്കാൻ പോയപ്പോൾ പുള്ളിക്കാരനും കൂടെ വന്ന് ഇരിക്കുമായിരുന്നു അവിടെ. ആ ഷൂട്ട് കഴിയുന്നത് വരെ അവളെ കൊണ്ട് പോയിട്ട് എന്നുവെച്ചാൽ പുള്ളിക്കാരൻ ചെയ്യുന്ന തന്നെ കൂതറ പരിപാടി. എന്നിട്ട് പുള്ളിക്കാരിനെ ഡൗട്ട്. എന്നിട്ട് പുള്ളിക്കാരിയുടെ അടുത്ത് എപ്പോഴും പറയും അവിടെ കൂടെ അഭിനയിക്കുന്നവരും ഡയറക്ടറും അവിടെ ഉള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാരെയും എടുത്തും പറയും നീ എന്റെ ഭാര്യയായിട്ട് കിടന്നില്ലേ, നീ എന്റെ ഭാര്യയായിട്ട് കിടക്കുമല്ലേ, നിങ്ങൾ തമ്മിൽ ബന്ധമല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം നാറ്റ് ചെയ്യുക. അതെന്തായാലും സജിന തുറന്നു പറയുന്നുണ്ടോന്ന് കേട്ടോട്ടോ. പ്രോഗ്രാം വരുന്നു, ഞാൻ സീരിയലിൽ ചെയ്യുന്നു. സീരിയലിൽ കയറുന്നു, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സീരിയലിൽ തന്നെ ഇപ്പം സീരിയലിൽ എന്നോട് നിൽക്കുന്ന ആൾ ടീമിന് എല്ലാം മനസ്സിലാവും. ഇഷ്ടം മാത്രമല്ല പ്രണയകരണം എന്നുള്ള പറഞ്ഞ സീരിയൽ അവിടെ എല്ലാവർക്കും അറിയാം, അവർക്കൊക്കെ അറിയാം. ഈ പുള്ളിക്കാരൻ വന്ന് എന്റെ കൂടെ ഇരിക്കും. സംശയമാണ് പുള്ളിക്കാരൻ ചെയ്യുന്നതോ പോയിട്ട് എന്നെ സംശയമാണ്. ഓക്കെ കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ പറയും അലിക്ക എന്നെ ഭയങ്കര കാര്യം അതുകൊണ്ടാണ് എന്റെ കൂടെ വന്നിരുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ കൂടെ അപ്പോഴും എനിക്ക് നാണെങ്കിൽ പുള്ളി ആർട്ടിസ്റ്റ് ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിയെ നടക്കുന്നത് അങ്ങനെ കുറച്ച് സംസാരങ്ങൾ അവിടെ നടക്കും. ഞാൻ പറയുമ്പോൾ പുള്ളി പറയും നീ അവനോട് മറ്റൊന്നുണ്ടാക്കാൻ വേണ്ടിയില്ലേ, നീ ഇവനോട് ഇതുണ്ടാക്കാൻ വേണ്ടിയില്ലേ, അങ്ങനെ നീ ഉണ്ടാക്കണ്ട. അപ്പൊ ഞാൻ പറയും ഞാനല്ല ഫിറോസ് ഇതൊന്നും ചെയ്തിട്ടുള്ളത്, നിങ്ങളാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്നെ തലയിലാക്കരുതെന്ന് പറഞ്ഞു അവിടുന്ന് വഴക്കിൽ തുടങ്ങി. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് സമാധാനമില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡിവോഴ്സിലാവാന്നുള്ള തീരുമാനം എത്തി. അങ്ങനെ നമ്മൾ പിരിഞ്ഞു നിന്നു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇവനെ പിരിഞ്ഞ് ഞങ്ങൾ മാറി നിന്ന സമയത്ത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ക്രൂവിനെ വിളിച്ചിട്ട് ഇവൻ പറയുന്നു നീ അവനോട് പച്ചയ്ക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ അവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, നീ അവനോട് കിടക്കുകയല്ലേടി, നീ അവരെ വിളിച്ചിട്ട് പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് എനിക്ക് പല വർക്കുകൾ പോലും പോയിട്ടുണ്ട്. കാരണം ഇതെനിക്ക് പുറത്ത് പറയാൻ പറ്റാതെ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരും പേടിച്ചിട്ട് ആൾക്കാർ എന്തെങ്കിലും വിചാരിച്ച് ലാസ്റ്റ് എനിക്ക് വർക്ക് തന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് മാത്രം പറയത്തില്ല.
അവർ വിളിച്ചിട്ടുണ്ട് സജന ഞങ്ങൾക്ക് ഒരു ഫാമിലി ഉള്ളതാണ്, അവൻ വിളിച്ചിട്ട് നിന്നോട് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു വേറെ നിങ്ങളില്ലെങ്കിൽ വേറെ വർക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവര് പല വർക്കുകൾ പല സീരിയൽസ് ആവട്ടെ സിനിമ ആവട്ടെ എല്ലാ കാര്യങ്ങളും ആൾക്കാരെ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് സംശയം ഞാൻ ആരും കൂടെ പോയി ഇയാൾ വേണ്ടാന്ന് വെച്ച് നമ്മൾ പിരിഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് ഇയാൾ എന്നെ വിടാതെ ടോർച്ചർ ചെയ്ത് എന്നെ ഡിവോഴ്സ് തരാൻ പറഞ്ഞ ഡിവോഴ്സ് ചെയ്തില്ല, എനിക്ക് സമാധാനം തരാതെ ഇങ്ങനെ പുറകെ പറഞ്ഞ് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇയാൾക്ക് നല്ല സംശയരോഗം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഈ അവിഹിതത്തിന് പോകുന്ന ഭർത്താക്കന്മാർക്ക് പൊതുവേ സംശയം കൂടുതലായിരിക്കും. തന്നെ പോലെ തന്നെയാവും തന്റെ ഭാര്യ എന്ന ചിന്തയാണ് അതിന് കാരണം. അപ്പോൾ സജിന എവിടെ പോയാലും സംശയത്തോടു കൂടിയാണ് ഇയാള് സജിനയുടെ പുറകെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് സജിനയ്ക്ക് ഒറ്റ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാനായിട്ട് അവസരം കിട്ടുന്നത്. ആ ഒറ്റ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ സിനിമയുടെ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു റസൂൽ പൂക്കുട്ടി. അങ്ങനെയാണ് ഇവർ തമ്മിൽ അവിടെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് അവർ തമ്മിൽ പ്രണയത്തിലാവുന്നത്. ഇവരുടെ ബന്ധത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സജിന സംസാരിക്കും. അങ്ങനെ ഈ സജിന ഒറ്റ ഒരു തീരുമാനം എടുത്ത് എങ്ങനെയെങ്കിലും ഈ ഫിറോസിനെ ഒഴിവാക്കണമെന്നുള്ളത്. അങ്ങനെ നിരന്തരമായി സജിന ഫിറോസിന്റെ നിന്ന് ഡിവോഴ്സ് ആവശ്യപ്പെടാൻ തുടങ്ങി. പക്ഷെ ഡിവോഴ്സ് തരത്തില്ലെന്നുള്ള ഒറ്റ വാശിയിൽ ഫിറോസ് നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് വെറുപ്പിച്ച് പിന്നെ മ്യൂച്വൽ ഡിവോഴ്സിന് പുള്ളിക്കാരൻ തയ്യാറായി. അതിനുശേഷം എന്തുവാ സംഭവിച്ചെന്നുള്ളത് അതാണ് ഏറ്റവും വലിയ കോമഡി. അതും കൂടി ഒന്ന് കണ്ടു. ഞാൻ പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഈ പേര് പറഞ്ഞിട്ട് അവൻ ഡിവോഴ്സ് തരാൻ പറഞ്ഞു. മ്യൂച്വൽ ഞങ്ങൾ സൈൻ ചെയ്തു. മ്യൂച്വൽ കൊണ്ട് ഞങ്ങൾ സൈൻ ചെയ്ത് മ്യൂച്വൽ എടുത്ത് ഡേറ്റുകൾ എടുത്ത് ഞങ്ങൾ ഒരു വക്കീൽ വെച്ച് അവൻ പറഞ്ഞു അവന്റെ വക്കീലൊക്കെ പറഞ്ഞു ഒന്നും വക്കീലിന് വെക്കണ്ട, നമുക്ക് ഒരു വക്കീൽ മ്യൂച്വൽ അല്ലേ ഒരു വക്കീൽ വെക്കാന്ന് പറഞ്ഞു. നമ്മളൊരു ഫ്രണ്ട് വഴി നമ്മൾ ആ വക്കീലിനെ വെച്ച് എന്റെ ഒരു ഫ്രണ്ടാണ് വക്കീൽ മനു എന്ന് പറഞ്ഞ വക്കീൽ വക്കീലിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡേറ്റിന് വിളിച്ച സമയത്തിന് വന്നില്ല. അതങ്ങനെ ലാപ്സ് ആയിപ്പോയി. അവർ മനഃപൂർവ്വം പണിതരാണ്. അതായത് നമുക്ക് ഡിവോഴ്സ് തരത്തില്ല. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആദ്യ ഭാര്യയെ പുള്ളിക്കാരൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല, എന്നെ പറ്റിച്ചാണ് ഇയാൾ മാരേജ് ചെയ്തിരിക്കുന്നത്. ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാതെയാണ് സജിനയെ വിവാഹം ചെയ്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സജിനയും ഫിറോസും തമ്മിലുള്ളത് ഒരു ഇല്ലീഗൽ മാരേജ് ആയിരുന്നു. വെറുതെ അല്ല ഇയാളെ ഡിവോഴ്സ് കൊടുക്കാതെ മുങ്ങി നടന്നത്. അന്ന് ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് പറയുന്നുണ്ട്, അതേ സമയത്ത് ഇയാൾക്ക് ഈ മതങ്ങളെ വിശ്വാസം ഇല്ലാന്ന് പറയുന്ന കാരണം പള്ളിയിൽ പോയി നമ്മൾ അന്വേഷിക്കുമ്പോൾ പള്ളിയിൽ പറയും ഡിവോഴ്സ് ആയിട്ടില്ല, ഇവരുടെ ഡിവോഴ്സ് ആയതിനു ശേഷം അടുത്ത് നമുക്ക് നിക്കാതെ നടത്താം എന്ന് പറയും. അത് മറച്ചു വെച്ചിട്ടാണ് ഇവരെല്ലാം നമ്മൾ ഈ കല്യാണം തോന്നി രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞ സാധനം ചെയ്തത്. രജിസ്റ്റർ മാരേജ് അവർ ചെയ്തിട്ടില്ലായിരിക്കും മേ ബി, അതുകൊണ്ടായിരിക്കും എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തത്. ഈ സാധനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നു ഇയാൾ ആ വൈഫിന് പോലും ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. ആദ്യത്തെ വൈഫിന് 200 പവനോളം അയാളെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അയാൾ ആഡംബര ജീവിതത്തിന് വേണ്ടി അയാളെ കല്യാണം ആഡംബരമായിട്ട് നടത്തിയത് 19 പവൻ എടുത്തിട്ട് ഇയാൾ ആ സ്വർണ്ണം കൊണ്ടുവന്ന ഉടനെ തന്നെ അടുത്ത ദിവസം വിൽക്കുന്നു. തെളിവുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്കാരിയും ഇതുപോലെ ഓർത്തഡോക്സ് ഒരു ഫാമിലി ഒരു ഭയങ്കര ഒരു റെപ്യൂട്ടഡ് ഫാമിലിയുള്ള ഒരു പുള്ളിക്കാരിയാണ്. അവരും ഇതിനെ പേടിച്ചാണ് ജീവിക്കുന്നത്. കാരണം ഇവൻ ഒരു മീഡിയയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഇവൻ എന്ത് പറയുന്നു അവർക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല. അപ്പൊ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ഇവർ മീഡിയയിൽ പറയുന്ന ആൾക്കാർ അതാ വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അവരും പേടിച്ചാണ് ജീവിക്കുന്നത്. അവർ നമ്മൾ സംസാരിച്ചപ്പോൾ ഏകദേശം ഞാൻ അനുഭവിച്ച അതേ പീഡനമാണ് അവരും അനുഭവിച്ചിട്ടുള്ളത്. ആ ഒരു കുഞ്ഞിനിപ്പം 17 വയസ്സായി. ആ കുഞ്ഞിനെ പോലും ഒരു തരി സ്വർണ്ണം ഏതോ വീഡിയോയിൽ ഇട്ടെന്നുള്ളത് അറിയാം, ഏതോ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഒരു തരി സ്വർണ്ണം പോട്ടെ ഒരു തരി മുട്ടായി മേടിച്ചു കൊടുക്കട്ടെ പറഞ്ഞ ആദ്യ ഭാര്യയെയും ഫിറോസ് മൂഞ്ചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യ ഭാര്യയെ കല്യാണം കഴിഞ്ഞതിന് ശേഷം 200 പവനുമായിട്ട് പുള്ളിക്കാരൻ കടന്നു കളഞ്ഞു. അതിലൊരു കുട്ടിയും ഉണ്ട്. ഇപ്പൊ ആ കുട്ടിക്ക് എങ്ങാണ്ട് 17 വയസ്സായി. ആ മോളെ പോലും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് സജിന പറയുന്നത്. എന്തായാലും ഈ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന നാറിയുണ്ടല്ലോ വല്ലാത്തൊരു പഹയൻ തന്നെയാണ്. ഇവനെയാണെങ്കിൽ ഒരു വിവാഹ തട്ടിപ്പ് വീരനെന്ന് തന്നെ വിളിക്കേണ്ടി വരും. എന്തോ അല്ലെ, വിവാഹം 2 എണ്ണം കഴിച്ചത് പോരാഞ്ഞിട്ട് പുറത്തൊരു 100 അവിഹിതവും. അപ്പോ ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇതൊന്നും അല്ല, വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയാണ്. ഇനി സജിന പറയാൻ പോകുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. അതായത് ഫിറോസ് ഖാന്റെ മകൾക്ക് 17 വയസ്സുണ്ട്. ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹ വാഗ്ദാനമൊക്കെ നൽകി പീഡിപ്പിച്ചു. അതിനെക്കുറിച്ച് സജിന പറയുന്നുണ്ട്. അതൊന്നും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷെ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമം എന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എന്റെ റിക്വസ്റ്റ് ആണ്. എന്റെ പേരിൽ ഒരിക്കലും എന്റെ പേരിനകത്ത് എടുത്തിടല്ലേ. എന്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റുപറ്റി പോയതാ. ഇതാ ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ എന്റെ മകളെ പോലെ അല്ലെങ്കിൽ ഫിറോസിന്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ എന്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിന്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷെ ലീഗലി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിന്റെ പേര് വെളിയിൽ വരാതെ ഈ ഒരു കാര്യം ഞാനതൊരു ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉളപ്പുണ്ടെന്നാണ് എനിക്ക് ഫിറോസിനോട് ഇവിടെ ചോദിക്കാനുള്ളത്. മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയെ എങ്ങനെ തോന്നണോ നിങ്ങൾക്ക്? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സജിനയെ കുറിച്ച് ഫിറോസ് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് എന്ത് നല്ലൊരു മനുഷ്യനായിരിക്കും ഈ ഫിറോസ് ഖാൻ എന്നാണ്. പക്ഷെ വെറും നാറിയാണെന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇത് കഴിഞ്ഞ് വേറെ അലിഗേഷൻ കൂടെ നമ്മുടെ സജിന പറയുന്നുണ്ട്. അതും കൂടെ കേട്ടു. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂർ ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇവൻ അവളെ യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പം പറയാതെ ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കാം. എനിക്ക് ഡീറ്റെയിൽ വേണം. ഞാൻ കാര്യങ്ങൾ പറയാം. പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി മാപ്പ് എന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്
എന്ന് പറഞ്ഞ ആരാണെന്ന് ഞാൻ ഇനിയും പറയും. അത് ആ പുള്ളിക്കാരിയും കൂടെ ഞാൻ വെളിയിലെടുത്തേണ്ട ഒരു അതേതാണ് ആ ബിഗ് ബോസിൽ വന്ന ആ ഒരു പെണ്ണ് എന്നുള്ളതാണ് ഞാനും കുറെ ഈ വീഡിയോ കണ്ടപ്പോ ആലോചിച്ചു ആരായിരിക്കും ആ പെണ്ണെന്ന്. പക്ഷെ അവരുടെ പേര് സജിന അവരുടെ മാന്യത കൊണ്ട് പുറത്ത് പറയുന്നില്ല. എന്തായാലും അത് പുറത്ത് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേറൊരു കാര്യം സജിന പറയുന്നുണ്ട്, ആ പെണ്ണ് എന്നെ വിളിച്ച് സോറി പറഞ്ഞാല് ഞാൻ പറയത്തില്ല ആരാണെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ പേര് സഹിതം പുള്ളിക്കാരി വന്ന് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ എങ്ങാനും പുള്ളിക്കാരി കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ പോയി സജിനയുടെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് പറഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ നീയും നാറും. എന്നാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ആരാണ് ആ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആ മത്സരാർത്ഥി? ഇങ്ങനെയും അല്ലെങ്കിൽ ഇത്രയും ഗതികെട്ട പെണ്ണ് ഏതാണോന്ന് ഒന്ന് അറിയണമല്ലോ. എന്തായാലും ഇതുമായിട്ടുള്ള ഡീറ്റെയിൽസ് പിന്നെ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കും. ഇനി ഇതൊന്നും അല്ല, ഇതിനേക്കാളും അപ്പുറത്തെ വേറൊരു കാര്യം കൂടി ഉണ്ട്. സൂര്യ സൂപ്പർ ജോഡി എന്ന് പറയുന്ന ഏതൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ബഷീർ ബഷിയും മഷൂറായും സുഹാന എല്ലാം കൂടെ, ബഷീർ ബഷിയും സുഹാന ഇല്ലായിരുന്നു, ബഷീർ ബഷിയും പിന്നെ മഷൂറായും ഒക്കെ പങ്കെടുത്ത ഒരു സീസൺ ആയിരുന്നു അത്. സെലിബ്രിറ്റി കപ്പിൾസ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതിനകത്ത് സജിനയും ഫിറോസും പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അതിന്റെ ഇടക്കും ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അത് സജിന തന്നെ പറയും, അതൊന്ന് കേട്ടു. ഞാൻ സൂര്യജോഡി നമ്പർ 1 എന്ന് പറഞ്ഞ സൂപ്പർ ജോഡിയാണോ സൂര്യജോഡിയാണെന്ന് പറഞ്ഞോടെ നമ്മളുടെ ബഷീർ ബഷി അങ്ങനെ അവരെല്ലാം ഉള്ള സീസണിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. മൃദുല ഉണ്ടായിരുന്നു, നമ്മളുടെ ബിഗ് ബോസിലെ നമ്മളുടെ ജിഷിൻ ചേട്ടനുണ്ടായിരുന്നു, പ്രമോദേട്ടനുണ്ടായിരുന്നു. അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. സൂര്യജോഡിയാണോ സൂപ്പർ ജോഡിയാണോ അതിന്റെ ഒരു നൈറ്റ് പാർട്ടി ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് പാർട്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ദിവസം എല്ലാവരും അതിനകത്തുള്ളവർ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അടിച്ചുപൊളിയുടെ ഇടയ്ക്ക് ഒരു ഇൻസിഡന്റ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു തെളിവാണ്. കാരണം ഇയാൾ ഇനി പറഞ്ഞുണ്ടാക്കി ഇതൊക്കെ കള്ളത്തരമാണ്. കാരണം ഇതിനൊന്നും തെളിവ് എന്ന് പറഞ്ഞാൽ കാണിക്കാൻ ഈ മുറിവുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ വായാൽ പറയുന്ന കാര്യങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഇതൊരു തെളിവാണ്. ആ ഇൻസിഡന്റ് പോലും ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പാർട്ടിക്കിരിക്കുന്നു. ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ രസമായിട്ട് തമാശ കളിക്കുന്നു. പെണ്ണുങ്ങളെല്ലാം മറ്റേ ജ്യൂസ് കുടിക്കുന്നു, ആണെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കുന്നു, അതിനകത്ത് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാർ ഡ്രിങ്ക്സ് കുടിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ടൈം. എല്ലാവരും കൂടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളുടെ എപ്പിക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിരിക്കുകയാണ്. ആ സമയത്ത് ഇതുപോലൊരു ഇൻസിഡന്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ കട്ടിലൊക്കെ എല്ലാവരും മിക്സ് ഓഫ് ആയിട്ടിരിക്കുന്നു. ചിലവർ അകത്ത് കയറി സിഗരറ്റ് വലിക്കുന്നു. അതുപോലെ ചിലവർ വന്ന് ഇങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനകത്ത് ആൾക്കാർ വേറെ അനാവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അതിനകത്തുണ്ടെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് ഒരു അനാവശ്യമില്ല. ഇനിയിപ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കുന്നു പറയുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആൾക്കാരെ കൂട്ടി പറയണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പോകുന്നു വരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മളെല്ലാം തമാശ പറഞ്ഞ് നമ്മളെല്ലാം ചിരിച്ചോണ്ടിരുന്നപ്പോൾ ജിഷിൻ ചേട്ടൻ ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു പക്ഷേ ജിഷിൻ ചേട്ടനൊക്കെ ഇത് വെളിയിൽ വന്ന് പറയുമെന്ന് തോന്നുന്നു. ആ ഇൻസിഡന്റ് എല്ലാവരും കൂടി ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കും. അപ്പൊ ഞാൻ ഇതൊന്നും നോക്കിയിട്ട് ഞാൻ സ്റ്റക്കായിട്ട് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് കണ്ണാടിയിൽ കാണും. ബാത്റൂമിന്റെ ഒരു സൈഡിൽ ഇവിടെ ഒരു ഈ സൈഡിലൊരു അലമാരി ഇരിക്കണം. അലമാരിയുടെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഈ സൈഡിൽ ഓപ്പൺ ആയി കിടക്കുന്നു. ഇതിനകത്തുള്ള മിററിൽ നിന്ന് നേരെ നമ്മൾ ബാത്റൂമിലോട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ എനിക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളിങ്ങനെ കാണുമ്പോൾ കണ്ണാടിയുടെ ബാത്റൂം കാണാൻ പറ്റുന്നത്. അത് ഈ പുള്ളിക്കാരി ആരാന്ന് ഞാൻ പറയുന്നില്ല. അത് ആ ടീമിന് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരിയും ഫിറോസ് ഖാനും കൂടെ അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചിട്ട് കൊടുക്കുന്നു, ഫ്രെയിംസ് എടുക്കുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അടിപൊളി, ഒന്നും പറയാനല്ലേ. ഇതൊക്കെ കാണുന്ന ആ സജിനയുടെ ആ മാനസികാവസ്ഥയുണ്ടല്ലോ, അതാണ് ഞാനിപ്പോ ഓർക്കുന്നത്. എന്തായാലും മനസ്സിലാക്കിയെടുത്തോളം ഫിറോസ് ഖാനും ചെറിയൊരു പുള്ളിയല്ല, ഒരു അവഹിത വീരൻ എന്ന് തന്നെ പുള്ളിക്കാരനെ വിളിക്കുന്നത്. എത്ര പെൺകുട്ടികളുമായിട്ടാണ് ഇയാൾക്ക് അവഹിത. ഇതിനൊക്കെ വീണു കൊടുക്കാൻ പെണ്ണുങ്ങളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകൾ തുടങ്ങി 17 വയസ്സുള്ള പെൺകുട്ടി വരെ അതിൽ പെടുവെന്ന് ഓർക്കുമ്പോൾ ഇതിപ്പോ സജിനയേക്കാൾ കൂടുതൽ ഫിറോസ് ആണ് എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്തായാലും സജിനയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. ഇനിയിപ്പം പുള്ളിക്കാരിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ തന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ആയത്. അത് കറക്റ്റ് അല്ലേ? കാര്യം 100 പേരുടെ പുറകെ സജിന പോയില്ലല്ലോ. സജിന ഇതൊക്കെ വെച്ച് നോക്കുമ്പോ സജിന ഒന്നുമല്ല. എന്തായാലും കൊള്ളാം. ഇനിയിപ്പൊ എന്തായാലും ഫിറോസ് ഖാന് ഭയങ്കര ഘോഷയാത്രയായിരിക്കും തെറികളുടെ. പുള്ളിക്കാരന്റെ പിന്നെ അക്കൗണ്ടിൽ കമന്റ് ബോക്സ് ഒക്കെ ഞാൻ പോയി നോക്കി, മുട്ടൻ തെറി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പുള്ളിക്കാരന്റെ ഇവർ രണ്ടുപേരുടെയും മക്കളെ ആലോചിക്കുമ്പോഴാണ് ഭയങ്കര ഒരു സഹതാപം തോന്നുന്നത്. അതിന്റെ ഇടയ്ക്ക് പിന്നെ ഈ മോൻ വിളിച്ചിട്ട് പപ്പാനോട് പറയുന്നുണ്ടായിരുന്നു, പപ്പ ഇങ്ങനെ ഉമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ, ഉമ്മേനെ ഇങ്ങനെ ഒന്നും ഇതാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മോൻ എന്തോ വോയിസ് അയച്ചെന്നോ വിളിച്ചു പറഞ്ഞെന്നോ ഒക്കെ സജിന അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ 45 മിനിറ്റിന് 3 പാർട്ടായിട്ടുള്ള ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 3-4 മണിക്കൂറിന് ശേഷം ആ വീഡിയോ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി നോക്കിയപ്പോ ആ ഒരു വീഡിയോ സജിനയുടെ അക്കൗണ്ടിൽ കാണുന്നില്ല. അതുപോലെ തന്നെ ഫിറോസിന്റെ അക്കൗണ്ട് ഞാൻ കയറി നോക്കിയപ്പോ അതിനകത്തും റസൂൽ കൂടിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് പിന്നെ ഫിറോസ് ഖാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും ഫിറോസ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ ഇവര് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഈ ഒരു 2 പേരും റിമൂവ് ചെയ്തതാണ് വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് തന്നെ പറഞ്ഞു കാണും, ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ നിന്നെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം, അതുപോലെ നീയും ഡിലീറ്റ് ചെയ്ത് കളയെന്നും പറഞ്ഞ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞെടുത്ത ഒരു തീരുമാനമാവാം.
പക്ഷെ എന്തായാലും കിട്ടേണ്ടത് എല്ലാവരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. എന്തായാലും എങ്ങനെയൊക്കെ റിമൂവ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും അവിടെ തന്നെ കിടക്കും എന്നുള്ളത് ഇവർ മറന്നുപോയി. പക്ഷെ എന്തായാലും സജിന ചെയ്തത് നല്ലൊരു കാര്യമാണ്. കാര്യം പുള്ളിക്കാരി ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ് പറഞ്ഞത്. അതെന്തായാലും വളരെ നല്ല കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.